തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ നിർമ്മാണത്തിനിടക്ക് ആള് പൊട്ടി മരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ഈ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയും ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അന്ന് ഇതിൻ്റെ നേതൃത്വം ഒന്നടങ്കം പറഞ്ഞ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല എന്നുള്ള നിലപാടാണ് CPM എടുത്തത്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. ഞങ്ങൾ പറയുന്നത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം വൃദ്ധൻ ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് എന്ത് നേട്ടമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് അവരൊന്ന് ആലോചിക്കട്ടെ. ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർഗോഡും കണ്ണൂരും വടകരയും ഉൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് എന്നുള്ള തിരിച്ചറിവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ നിന്ന് ഇത് ഉണ്ടാക്കുന്നവർക്കുണ്ടാവണം. ജനത ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഒരുപക്ഷെ ഇതിലൊന്നും പങ്കില്ലാത്ത സാധാരണ CPM പ്രവർത്തകൻ പോലും ആഗ്രഹിക്കുന്നത് ഇത് നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ പിന്നിലെയും ഇപ്പോൾ ബോംബ് അടിമുടി CPMകാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് പൊട്ടി മരിച്ചിട്ട് അതിലെ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയും പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ രംഗത്ത് വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് അറിയാത്തൊരു സ്ഥലത്തുനിന്ന് കടന്ന് ഒരാൾ തുറക്ക് നോക്കി പൊട്ടി മരിച്ചു. പക്ഷെ ഒരു കാര്യം, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം തന്നെ പറയാം. വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്നത്തെ ദിവസം രാത്രി കൂത്തുപറമ്പിലെ ഒരു വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇതുവരെ ഒരാളെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പറയാം. മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വീടിന് നേരെ, വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയാണ് ഇവിടെ എറിഞ്ഞത്, കൂത്തുപറമ്പിൽ എറിഞ്ഞത്. മണിയൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ് ഉഗ്ര സ്ഫോടനം ഉണ്ടായി. വാതിലിനും ചുമരിനും ഒക്കെ കേടുപറ്റി. തൊട്ടപ്പുറത്തെ ജനലിൻ്റെ താഴെ 1 വയസ്സുള്ള കുഞ്ഞാണ് കിടന്നുറങ്ങിയിരുന്നത്. ഉഗ്ര സ്ഫോടനത്തോടുകൂടി ബോംബ് സ്ഫോടനം. ഈ സെക്കൻഡ് വരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പാതിരിപ്പറ്റ RMP പ്രവർത്തകന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. ചില്ലും ഇതൊക്കെ തകർന്ന് സാധനങ്ങൾ ഉള്ളിലേക്ക് വീണ് അതിൻ്റെ ഉള്ളിൽ ഉഗ്ര സ്ഫോടനം ഉണ്ടായി. ഡൈനിങ് ടേബിളിലുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം നശിച്ചു. ആ വീടിന് ജനലും വാതിലും ഒക്കെ നശിച്ചു പോയി. ഇതുവരെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. പാനൂർ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ യഥാസമയം പുറത്തു വരാതിരിക്കാൻ പാർട്ടി കേന്ദ്രം വളഞ്ഞപ്പോൾ അതിൻ്റെ പോലീസ് ആദ്യം എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, യഥേഷ്ടം ഇതൊരു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടല്ലേ? യുദ്ധഭൂമിയിലും മൈനുള്ളത് പോലെ ഈ ഗ്രാമങ്ങളിൽ എന്തിനാ ബോംബ്? ജനത അത് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന ജനതയുടെ മേലെ ബോംബ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് ബോംബും ബോംബിന്റെ രാഷ്ട്രീയവും. അതിൽ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി മുഴുവൻ പാർട്ടിക്കാർ വന്നിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ ഇതിന് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യം, പോലീസ് ആക്ട് ചെയ്യണം. ഇതിങ്ങനെ കടന്നു പൊട്ടി ആളുകൾ, നിരപരാധികൾ ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യം നിരന്തരം ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ നിർമ്മാതാക്കളെ, ഇത് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസും അന്വേഷണവും അറസ്റ്റും നടപടികളും എത്തുന്നില്ല. അവർ യഥേഷ്ടം നിർമ്മിക്കുക. അവർ പ്രൊഫഷണൽസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടി സംരക്ഷണയിൽ വളർന്നു വരികയാണ്. അവർ ഈ കൊട്ടേഷൻ കൊടുക്കും, ചിലപ്പം വേറെ എടുക്കും അത്ര. എന്നിട്ട് അവർ തമ്മിലുള്ള തർക്കം രണ്ടിനെ ഒരറ്റത്ത് ഓൺ ചെയ്യുന്നത് പാർട്ടിയാണെന്നുള്ള തരത്തിലൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നു. എന്നിട്ട് അവർ പരസ്പരം കൊലവിളിയും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ അക്രമം ഉണ്ടായി, ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിലാന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ നിരപരാധികളും മരിക്കുക, ജീവൻ പോവുക. ഇപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോട് പറയുന്നു, താങ്കളുടെ സ്വന്തം ജില്ലയിലെ ഒരു വൃദ്ധൻ, ഒരാളെയും ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വൃദ്ധൻ പറമ്പിൽ കിടന്ന ഒരു സാധനം തുറന്നു നോക്കി അത് പൊട്ടി ജീവൻ പോയിരിക്കുന്നു.
ഇനിയെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ളത് അസംബ്ലിയിലെ പഞ്ച് ഡയലോഗല്ല, പ്രാവർത്തികമായി നടപ്പിലാക്കാൻ പോലീസിനെ അനുവദിക്കണം. പോലീസിന് എഫിഷ്യൻസി ഇല്ലാഞ്ഞിട്ടല്ല, പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാനുള്ള ഇച്ഛാശക്തി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കുമില്ല, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കുമില്ല. അതില്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ ആളുകൾ മരിക്കുന്നത്. പോലീസ് ആക്ട് ചെയ്യട്ടെ. ആര് ചെയ്തതാണെങ്കിലും പോലീസിനെ അവരുടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ എങ്കിൽ മാത്രമേ ഇതിനൊരു അന്ത്യം വരുവുള്ളൂ. ഇത് ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റുകളെ, പ്രൊഫഷണൽസുകളെ, അവരിലേക്ക് അന്വേഷണം പോകണം. അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ പണി അവസാനിപ്പിക്കണം. അതല്ലാതെ പൊട്ടുന്ന സ്ഥലവും അതുമായിട്ട് ബന്ധപ്പെട്ടവരും എറിയുന്നവരും എറിയപ്പെടുന്നവരും ഒക്കെ ആയിട്ട് അന്വേഷണം തുടങ്ങി ഇവരിങ്ങനെ മാറി മാറി സ്ഥലങ്ങളിൽ. ഇപ്പോൾ ഞാൻ സംശയിക്കുന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാനൂരും പരിസര പ്രദേശത്തൊക്കെ ഉണ്ടാക്കി വെച്ച ബോംബുകളുടെ ബാക്കി പത്രം ഇനി എവിടേക്കാണ് ഇത് ഇനി ഇതിന്റെ ബാക്കി കിടക്കുന്നത് അറിഞ്ഞൂടാ. ഇവിടെ തന്നെ ഇത് പൊട്ടിയ ശേഷം പിന്നെ ഈ ഒരെണ്ണം മാത്രമല്ല, സാധനങ്ങൾ മാറ്റാനുള്ള ശ്രമം ഉണ്ടായിന്ന് പോലും നാട്ടുകാർ പറയുന്നുണ്ട്. ഇനി എവിടെയൊക്കെ ഇതിന്റെ ബാക്കി എന്ന് അറിഞ്ഞൂടാ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം, രഹസ്യമായിട്ടെങ്കിലും പോലീസിന് ആ വിവരം കൊടുക്കണം എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുത്ത് മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്ത് മാറ്റട്ടെ. ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ പെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇതൊന്നും ഈ നാടിന്റെ പ്രത്യേകതയല്ല, ഈ നാടിന്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമല്ല. ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ്. അത് അവസാനിപ്പിക്കണമെന്ന് നാടിന്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. രണ്ടിന്റെയും ചരടിന്റെ അറ്റം ഒരു കൈയിലാണ് ഈ രണ്ട് സംഘങ്ങളുടെയും എന്നാണ് ഇവിടുന്ന് അറിയപ്പെടുന്നത്. അവർ തമ്മിൽ കൊലവിളി ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഈ സെന്ററിൽ വന്നിട്ട് ഞാൻ മുമ്പുണ്ടായ ഒരു അടിക്ക്, ഇപ്പം അടുത്തുണ്ടായ ഒരു അടിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിന് പകരം വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ ഈ സാധനം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല, ഇത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്യണം. ബോംബ് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞു, ഒരു ഗുണവും പോസിറ്റീവായിട്ടില്ലാത്തൊരു സാധനം. ഒരു കത്തിയാണെങ്കിൽ കറിക്കരിയാമെന്നെങ്കിലും പിന്നെ അടുക്കളയിലെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഒരു പർപ്പസ് മാത്രമുള്ള ഒരു സാധനം ഇങ്ങനെ പറമ്പിൽ കിടന്നൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ എത്രമാത്രമായിരിക്കും ഇവർ ഉണ്ടാക്കുന്നത്, എത്ര ഇവർ സ്റ്റോക്ക് ചെയ്യുന്നത്, എന്തതിൻ്റെ പർപ്പസ് എന്താ? മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞു, പിന്നെ ഇപ്പോൾ സമാധാനമായിട്ട് പോകുന്ന സാഹചര്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കാമെന്നാണോ? അപ്പം ഇവർ അവരുടെ പാർട്ടി കൺട്രോൾ ചെയ്യുന്ന സംഘങ്ങൾ തമ്മിലുള്ള യുദ്ധമോ വെട്ടോ കുത്തോ എന്തൊക്കെയാണെങ്കിലും അതിനുവേണ്ടി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നിരപരാധികൾ പൊട്ടി മരിക്കുകയാണത്. ഇതൊന്ന് അവസാനിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ചരട് പാർട്ടിയുടെ കയ്യിലുണ്ടല്ലോ, ആ ചരട് അയച്ചുവിടുന്ന അവസാനിപ്പിക്കണം. അത് വരിഞ്ഞു മുറുക്കിയത് അവസാനിപ്പിച്ച് നിർദ്ദേശം കൊടുക്കുന്നവനെയും നിലക്ക് നിർത്തണം. അയാൾക്കെതിരെ നടപടി ഉണ്ടാവണം. ആരാണെങ്കിലും ആര് ചെയ്താലും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഇപ്പം ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോകാൻ വന്നതല്ല. പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ, അവർ ആക്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യണ്ടേ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് എറിഞ്ഞു, RMP പ്രവർത്തകന്റെ വീട്ടിലേക്ക് എറിഞ്ഞു, ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് എറിഞ്ഞു. ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി? പരിപൂർണ പരാജയം, പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ. ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ അനുവദിക്കാൻ